സൗദിയിലെ ജിദ്ദയിൽ സജീവമായിരുന്ന കോടികളുടെ ബിസിനസ്. അതിനിടയിൽ അയാൾക്ക് അസുഖം പിടിപെടുന്നു. മറ്റു വഴിയില്ലാതെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുകയാണ്. അവിടെ വെച്ച് 17-കാരനായ തൻ്റെ മകനെ ചുമതലയേൽപ്പിക്കുന്നു. 18ാമത്തെ വയസ്സിൽ ആ വിദ്യാർത്ഥി സൗദിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല. ഒന്നൊന്നായി തകർന്നു പോയ ബിസിനസ്സിനെ അദ്ദേഹം തിരിച്ചു പിടിച്ച കഥ യുവജനങ്ങൾക്ക് അത്ഭുതമായിരിക്കും. റിഷാദ് അലി എന്ന ജിദ്ദക്കാരൻ്റെ കഥയാണ് ഈ പറയുന്നത്. കഥ തുടങ്ങുന്നത് 19 വർഷങ്ങൾക്ക് മുമ്പാണ്. 2005 സൗദി ജിദ്ദയിലെ ബലദിൽ നിന്ന്. ഇവിടെ മലപ്പുറം വള്ളുവമ്പ്രം സ്വദേശി തൊണ്ടിയിൽ അലി അഷ്റഫിന് ഒരു മകൻ പിറക്കുന്നു. ഇന്ത്യൻ സ്കൂളിൽ പഠനം പൂർത്തിയാക്കി നാട്ടിലെത്തി വീണ്ടും സൗദിയിലേക്ക് തിരിച്ചെത്തിയ ആ പയ്യന് ഇന്ന് പ്രായം 19. സൗദിയിലെ നിക്ഷേപകൻ, ഒരുപക്ഷെ സൗദിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നിക്ഷേപകൻ, ഏറ്റവും പ്രായം കുറഞ്ഞ CEO. അവൻ്റെ കഥ കൊള്ളുന്നതാണ്. ഉള്ളുടഞ്ഞിട്ടും പുഞ്ചിരിയോടെ ദൈവത്തെ കൂട്ടുപിടിച്ച് നഷ്ടമായവ തിരിച്ചു പിടിച്ച കഥ. മലപ്പുറത്തുകാരൻ റിഷാദ് അലിയുടെ കഥ. 2 വർഷം മുമ്പാണ് ഈ കഥകളെല്ലാം മാറി മറിയുന്നത്. റിഷാദ് അലിയുടെ ഉപ്പ ജീവിതം 1990കളിൽ 600 റിയാലിന് സൗദിയിലെ ജീസാനിൽ നിന്നും തുടങ്ങിയതാണ്. അവിടെ നിന്നും കഠിനാധ്വാനത്തിലൂടെ സെയിൽസ്മാനായും പിന്നീട് ട്രേഡിംഗിലേക്ക് കടന്നും പച്ച പിടിക്കുന്നു. പതിയെ പ്രതാപത്തിന്റെ വഴികളിലേക്ക് നീങ്ങി. ജിദ്ദയായിരുന്നു വ്യാപാര വാണിജ്യ മേഖല. വർഷം 2018. അന്നു മുതലാണ് റിഷാദ് അലിയുടെ ജീവിതം തകിടം മറിഞ്ഞേക്കാവുന്ന നിമിഷങ്ങളുടെ തുടക്കം. റിഷാദ് അലി അന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. അങ്ങനെ 2018 ഇപ്പം മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്നൊരു അസുഖം പിടിപെടുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് 2020 ഡിസംബറിൽ നാട്ടിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. കാരണം ട്രീറ്റ്മെൻറ്റ് ഇനി കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് പോയാലേ ഫർദർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ എത്തി. ആ നാട്ടിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ് ഉണ്ട്, മൊബൈൽ ഷോപ്പ് ഉണ്ട്, മൊബൈൽ പാർട്സ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പിന്നെ ഈ ഇമ്പോർട്ടൻ്റ് ഡിസ്ട്രിബ്യൂഷൻ ആ പരിപാടിയുണ്ട്. ഇവിടെ ഇപ്പാൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കിന് ഇപ്പാൻ്റെ റിലേറ്റീവ് ആയിരുന്നു. അപ്പോൾ മൂപ്പര് ഇപ്പാനോട് പറഞ്ഞ് കഴിയൂല, ഒരുപാട് സ്ട്രെസ്സും ഈ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നാണ്. അതിൽ വേറെ ഇപ്പാക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. ഇപ്പാൻ്റെ ഹെൽത്ത് ആണെങ്കിൽ ഇപ്പാനെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കൊന്നുമില്ല. അതിലിപ്പോൾ ഇമ്മിയും അവർ ഡിസ്കസ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞ് എൻ്റെ സമയമായിട്ടുണ്ട്, ഇറ്റ്സ് യുവർ ടൈം ടു ഷോ. അതിൽ ഞാൻ 2022 ജനുവരിയിൽ ഇങ്ങോട്ട് കയറുകയാണ്. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഈ ബിസിനസ്സുകളൊക്കെ പോയിക്കുന്നത് ആകെ ഒരൊറ്റ ബിസിനസ്സാണ് ബാക്കിയുള്ളത്, ഇമ്പോർട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ നമ്മളെ കമ്പനിയിൽ ഒരാളാണുള്ളത്, ആകെ ബാക്കിയുള്ളത്. മൂപ്പരിനോട് ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് മൂപ്പര് പോയി. പിന്നെ നമ്മളെ കമ്പനിക്ക് സൗദി അറേബ്യയിൽ ഒരൊറ്റ ആളെ ഇനി പർച്ചേസറും സെയിൽസും അക്കൗണ്ടിങ്ങും എല്ലാം അത് ഞാനാണ്. ഉപ്പക്ക് ആരോഗ്യ പ്രയാസങ്ങൾ തുടങ്ങുമ്പോൾ 10ാം ക്ലാസ് പിന്നിട്ട പയ്യൻ സൗദിയിലേക്കൊരു വരവ് വന്നു. ഉമ്മയും പെങ്ങളും 2 അനിയന്മാരുടെയും ബാധ്യത ഏറ്റെടുത്ത് എത്തുന്ന പയ്യന്റെ പ്രായം വെറും 17. 2022 ജനുവരി റിഷാദ് അലി സൗദിയിലേക്കെത്തി. പിന്നീട് ഉപ്പ മരണപ്പെട്ടു. വസീയത്ത് പ്രകാരം ഉപ്പയെ നാട്ടിലെത്തിച്ച് ഖബറടക്കി. ആ ഒരാഴ്ച എങ്ങനെ കടന്നു പോയതെന്ന് എനിക്ക് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. പിന്നെ അപ്പാക്ക് ഇവിടെ സോഷ്യൽ സർവീസായിട്ടും ഫ്രണ്ട്സായിട്ടും നെറ്റ്വർക്കിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ആ ഹോസ്പിറ്റലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ മുഴുവൻ ഇപ്പം അറിയുന്ന ആൾക്കാരെയും. അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ഒരു പ്രശ്നം വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പാൻ്റെ വസിയത്ത് ചെയ്തിരുന്നു. ഇപ്പം ബോഡി നാട്ടിൽ വല്യപ്പാൻ്റെ അടുത്ത് മറവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊന്നും വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാതെ നടന്നു. ബിസിനസ്സിലുണ്ടായിരുന്ന സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഗൈഡ് ചെയ്യാൻ, ഒരു അഡ്വൈസ് തരാൻ, ഒരു മെൻറ്ററിങ്ങിന് ഒരാളിന്. ഇപ്പോൾ എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു ഇഷ്യൂസ് വരൂലേ. ഇപ്പം പറയും ഇത് അങ്ങനെ ചെയ്യേണ്ടത്, ഇതാണ് അതാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നേന്.
അതിനുള്ളൊരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു മെൻറ്റർഷിപ്പ്, അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. ഇമ്പോർട്ട് എക്സ്പോർട്ട് മേഖലയിലേതൊഴികെ എല്ലാ ബിസിനസ്സുകളും തകർന്നു. പിതാവ് കണക്കുകൾ സോഫ്റ്റ്വെയർ വഴി രേഖപ്പെടുത്തിയിരുന്നതിനാൽ കണക്കുകൾ ലഭിച്ചു. ജോലിയിൽ കയറിയ പ്ലസ് ടുക്കാരന് പക്ഷേ ബിസിനസ്സിലെ പാഠങ്ങൾ നൽകാൻ ആരുമുണ്ടായില്ല. കണക്കുകൂട്ടലുകൾ പിഴക്കുന്ന തുടക്കം. ഞങ്ങൾക്ക് വെയർ ഹൗസിൽ ഒരു സ്റ്റോക്ക് 50% സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നോർമലി സ്റ്റോക്ക് 50% ആവുന്ന സമയത്ത് തന്നെ നമ്മൾ അടുത്തതിനുള്ള ഫോർകാസ്റ്റ് ചെയ്യണം. അടുത്തൊരു 6 monthsന് നമുക്ക് ഇന്ന സാധനം വേണം, ഇത്ര ക്വാണ്ടിറ്റി നമ്മൾ വെയർ ഹൗസിൽ കീപ്പ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം. എനിക്കിതറിയില്ലായിരുന്നു. ഞാൻ 50% ഉണ്ടല്ലോ, ഇനി എന്തിനാണ് വെറുതെ സാധനങ്ങൾ ഇപ്പോൾ തന്നെ വാങ്ങിക്കൂട്ടുന്നത്. ഞാൻ വെയിറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഒരു സാധനം ഓർഡർ കൊടുത്താൽ അത് ഇങ്ങോട്ട് എത്തുന്ന ഒരു സമയമുണ്ട്, പ്രൊഡക്ഷൻ്റെ സമയമുണ്ട്, ഷിപ്പിംഗ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അതുണ്ട്. ഞാനത് ചെയ്യാത്തത് കൊണ്ട് ഞാൻ വന്ന് ഫസ്റ്റത്തെ ഒരു 5 മാസം ഇവിടെ ഞങ്ങളുടെ അടുത്ത് സാധനം കൊടുക്കാൻ തന്നെ അല്ലായിരുന്നു. സൗദിയിലെ നിയമമനുസരിച്ച് കൊമേഴ്സ്യൽ വാഹനങ്ങൾ ഓടിക്കാൻ പ്രായം 18 കഴിയണം. റിഷാദ് അന്ന് ബസ്സുകളിലൂടെ കയറി ഇറങ്ങിയാണ് ബിസിനസ്സിന് തുടക്കമിട്ടത്. ഓരോ ദിനവും 12 കിലോമീറ്റർ ദൂരം വരെ ജിദ്ദ റിഷാദിന്റെ വിയർപ്പും ഏറ്റുവാങ്ങി. പക്ഷെ ഇതിലൊക്കെ ഒരു എന്താ പറയുക പ്ലസ് പോയിന്റ് എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കടകളിൽ പോകുന്ന സമയത്ത് നോർമലി ഒരു മന്ദൂബ് ചെന്നാൽ ചിലപ്പോൾ കടക്കാർ പറയും ഇന്ന് വേണ്ട അടുത്ത ആഴ്ച വാ, വണ്ടിയൊക്കെ ഉള്ളതല്ലേ ഒന്ന് പോയി കറങ്ങി വന്ന് പറയും. എനിക്ക് വേണ്ടിയിട്ട് നമ്മളെ കസ്റ്റമേഴ്സ് ചിലപ്പോൾ അവർ വേറെ കടകളിൽ കുറച്ചും കൂടി നമുക്ക് എടുത്തുള്ള കടകളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറയും ആ ചെക്കൻ വരും, ഈ പൈസ ഓൻ്റെ അടുത്ത് കൊടുക്കണം എന്ന് പറയും. അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. കഠിനമായ അധ്വാനങ്ങൾക്ക് കച്ചവടക്കാരും കൂട്ടായി നിന്നു. നിലവിൽ ചെയ്യുന്നത് കോസ്മെറ്റിക്സ് ഉൾപ്പെടെ മേഖലയിലെ ബിസിനസ്സാണ്. വിടാതെ വിപുലപ്പെടുത്താനാണ് റിഷാദ് അലിയുടെ നോട്ടം. നമ്മളിപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്നാണ് കോസ്മെറ്റിക് ആൻഡ് സ്റ്റേഷനറിയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ജിദ്ദയിൽ സൗദിയിലെ വലിയൊരു ബ്രാൻഡാണ് അജയ് ടൂത്ത് ബ്രഷ് എന്നുണ്ട്. ടൂത്ത് ബ്രഷിൻ്റെ മേഖലയിൽ വൺ ഓഫ് ദ ബെസ്റ്റാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏകദേശം ആ പ്രൊഡക്റ്റ് 7 പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ആ 7ൻ്റെ സബ് കാറ്റഗറി ആയിട്ട് 7 പ്രൊഡക്ട്സിനും 3 വെച്ച് ടോട്ടൽ 21 പ്രൊഡക്ട്സ് അജയ് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ തന്നെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ കമ്പനികൾ നമ്മൾ ഇൻഷാല്ല 2025 വേറെ 4 ബ്രാൻഡുകൾ വരുന്നുണ്ട്. ഉപ്പയുടെ മരണത്തിന് ശേഷം സൗദിയിലേക്ക് എത്തുമ്പോൾ പുതിയ റിഷാദ് ആയിരുന്നു. നാട്ടിൽ ഉമ്മയും പെങ്ങളും 2 അനിയന്മാരുമുണ്ട്. വഴിയും ലക്ഷ്യവും അദ്ദേഹത്തിന് വ്യക്തമായിരുന്നു. സൗദിയിൽ നിക്ഷേപകനാകണം. ഞങ്ങൾക്ക് വിഷൻ 2030 ആ ഒരു 2030 എന്നുള്ള ടൈം പീരീഡ് വരുന്ന സമയത്ത് വി നീഡ് ടു ബി ഓൺ ദ ടോപ്പ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ടോപ്പ് പോയിട്ട് അടുത്ത വർഷം പോലും നമ്മൾ നിൽക്കില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ എനിക്ക് തോന്നി. അതിൽ ഞാൻ ആരാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്, ആരാണ് ഇങ്ങനത്തെ ഇൻവെസ്റ്റേഴ്സിന് ഇങ്ങനെ ബിസിനസ് സൗദിയിൽ സെറ്റപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാരെ സഹായിക്കുന്നത് ആരാണെന്ന് നോക്കിയപ്പോൾ ഒരു കമ്പനി കണ്ടു. ഞാൻ അവിടെ പോയി കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവരെന്നെ ചെറുതായിട്ടൊന്ന് തളർത്തി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ അറേബ്യൻ ഹൊറൈസൺ ബിസിനസ് കൺസൾട്ടൻസി ഗ്രൂപ്പിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് ഗൂഗിളിലാണ് എനിക്ക് നമ്പർ കിട്ടിയത്. നമ്പർ കിട്ടി, നമ്പറിൽ വിളിച്ചിട്ട് ഷാക്കിർ ഹുസൈൻ സാർ ഓഫീസല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ ഷാക്കിർ ഹുസൈൻ സാറിൻ്റെ ഓഫീസാണ്, എനിക്കൊന്ന് മൂപ്പരെ കാണാൻ പറ്റുമെന്ന് വെച്ചു. അതിൽ 1 മണിക്കൂർ കൊണ്ട് വരും കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മൂപ്പര് ഓഫീസിലേക്ക് വന്നപ്പോൾ മൂപ്പര് ഭയങ്കര എനർജി, ഭയങ്കര പവർ, ഭയങ്കര നല്ല സംസാരം. ഫസ്റ്റത്തെ ഓഫീസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മൂപ്പര് വേറെ ലെവലാണ്. അത്ര നല്ല രീതിയിലാണ് നമുക്ക് ചെയ്തു തന്നത്. അങ്ങനെ ഞാൻ മൂപ്പരോട് നമുക്കിത് ചെയ്യണം. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, എങ്ങനെയാണ് ലൈസൻസ് കാര്യങ്ങൾ, ഒരു എന്താ പറയുക ഐ ഡിഡ്ന്റ് നോ ഹൗ ടു എങ്ങനെ സെറ്റപ്പ് ചെയ്യണം കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ പിന്നെ ഷാക്കിർക്ക മൂപ്പര് നമ്മളെ ഒരുപാട് സഹായിച്ച്. ബിനാമി സറണ്ടർ ചെയ്യാനുള്ള ഓപ്ഷനെ കുറിച്ച് റിഷാദ് അലിക്ക് അറിയില്ലായിരുന്നു. ഇതോടെ ആ അവസരം നഷ്ടമായി. പിന്നീട് മറ്റു വഴികളിലൂടെയാണ് ഇപ്പോൾ നിക്ഷേപകനായത്. ഫെബ്രുവരി വരെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് ആ ഒരു ഓപ്ഷൻ പോയി. മൂപ്പര് വന്നതിൻ്റെ ശേഷം ഞങ്ങൾ കുറേ പ്ലാനുകളും കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് അങ്ങനെ പുതിയ ഒരു കമ്പനി അൽഹംദുലില്ലാ അപ്പോൾ കഴിഞ്ഞ വീക്ക് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള വഴികളും കൃത്യമാണ്. ഇപ്പോൾ കോസ്മെറ്റിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിന് പകരം വേറെ ഡൈവേഴ്സിഫൈ ചെയ്യാം. ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഹ്യൂജ് സെക്ടർ. ഇതിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കഴിയുന്നതും പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്യുക, എത്രത്തോളം കഴിയണോ അത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അങ്ങനെയാണ് ആ ഒരു ലെവലിലേക്ക് എത്താൻ. ഇപ്പോൾ ഫുഡ് നമുക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ കോസ്മെറ്റിക് അല്ലാതെ മെഡിസിൻ ചെയ്യാൻ പറ്റും. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത് തന്നെ ഒരു സെക്ടറായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ആ ഓരോ കാര്യങ്ങളിലേക്കും കടക്കാനാണ് നമ്മുടെ പ്ലാൻ.
വിനയം മുഖമുദ്രയാക്കിയ ഈ ടീനേജുകാരന്റെ സമാനതകളില്ലാത്ത സമർപ്പണം. അതിനായിരുന്നു ഈ വർഷത്തെ മീഡിയ വണിന്റെ ബിസിനസ് എക്സലൻസ് പുരസ്കാരം റിഷാദ് അലിക്ക് സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഹലാ ജിദ്ദയിൽ വെച്ച് ആയിരങ്ങളെ സാക്ഷി നിർത്തി സമ്മാനിച്ചത്. ഉപ്പയുടെ മരണത്തിന് ശേഷം ഉമ്മയെയും പെങ്ങളെയും അനിയന്മാരെയും സൗദിയിലേക്ക് വീണ്ടും കൊണ്ടുവരാനൊരുങ്ങുകയാണ് റിഷാദ് അലി. ലക്ഷ്യത്തിലേക്കെത്താൻ പ്രാർത്ഥനാ നിർഭരമായ ജീവിതം, ഒപ്പം വിജയം കാണുന്ന ചെങ്കടൽ തീരം, എല്ലാം ഉള്ളിലുണ്ട്. ആരോരുമില്ലാത്തവർക്ക് ദൈവമുണ്ടെന്ന ഹിന്ദി ഗാനശകലം മൂളി അവന്റെ അരികിൽ നിന്നും മടങ്ങി. ഉള്ളിലെ പിതാവെന്ന കനൽ അവൻ നടന്നു മടങ്ങുമ്പോഴും ഉള്ളിൽ എരിയുന്നുണ്ടാകണം. വിജയിക്കട്ടെ. മാതാപിതാക്കൾക്കായി വിജയിച്ചു ജീവിച്ചു കാണിച്ച ഈ ചെങ്കടൽ കാറ്റ്.